നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 1-ാം തീയതി മുതൽ ചില നമ്പറുകളിൽ UPI സേവനങ്ങൾ പ്രവർത്തിക്കില്ല. അനധികൃത ഇടപാടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നീക്കം നടത്തുന്നത്. പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിലാണ് ഏപ്രിൽ 1-ാം തീയതി മുതൽ UPI സേവനങ്ങൾ പ്രവർത്തിക്കാത്തത്. അത്തരം നമ്പറുകൾ വിച്ഛേദിക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോടും പേയ്മെന്റ് സേവന ദാതാക്കളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉപയോക്താക്കൾ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും NPCI അറിയിച്ചു. UPIയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റുകയോ നിർജീവമാക്കുകയോ ചെയ്യുമ്പോഴും അവരുടെ UPI അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായി തുടരും. സൈബർ തട്ടിപ്പുകൾ ക്രമാതീതമായി ഉയരുന്ന ഈ കാലത്ത് ഇത് ദുരുപയോഗത്തിന് കാരണമായേക്കാം. തട്ടിപ്പുകാർക്ക് സാമ്പത്തിക ഇടപാടുകളിലേക്ക് ആക്സസ് ലഭിക്കുന്നതിനുൾപ്പെടെ ഇത് കാരണമാകാറുണ്ട്. ഇത് തടയുന്നതിന് ബാങ്കുകളും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള പേയ്മെന്റ് ആപ്പുകളും UPI സിസ്റ്റത്തിൽ നിന്ന് പ്രവർത്തനരഹിതമായ നമ്പറുകൾ നീക്കം ചെയ്യും. പ്രവർത്തനരഹിതമായ നമ്പറുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ ബാധിക്കുന്ന ഉപയോക്താക്കൾക്ക് അവരുടെ UPI സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് മുൻപ് അറിയിപ്പുകൾ ലഭിക്കും. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഒരു മൊബൈൽ നമ്പർ പ്രവർത്തനരഹിതമായി തുടരുകയാണെങ്കിൽ അത് UPIയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. സമയപരിധിക്ക് മുൻപ് ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ UPI ആക്സസ് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇനി ഇത് ആരെയൊക്കെയാണ് ബാധിക്കുകയെന്ന് നോക്കാം. മൊബൈൽ നമ്പർ മാറ്റിയെങ്കിലും ബാങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപയോക്താക്കൾ, കോളുകൾ, SMS അല്ലെങ്കിൽ ബാങ്കിംഗ് അലേർട്ടുകൾ എന്നിവയ്ക്കായി വളരെ കാലമായി ഉപയോഗിക്കാത്ത നമ്പറുകളുള്ള ഉപയോക്താക്കൾ, ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ നമ്പർ സറണ്ടർ ചെയ്ത ഉപയോക്താക്കൾ, പഴയ നമ്പർ മറ്റൊരാൾക്ക് വീണ്ടും നൽകിയ ഉപയോക്താക്കൾ തുടങ്ങിയവരെയാണ് ഈ പുതിയ നിയമം ബാധിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ദീർഘകാലമായി പ്രവർത്തനരഹിതമോ ഉപയോഗിക്കാത്തതോ ആണെങ്കിൽ UPI പേയ്മെന്റുകളിലേക്ക് ആക്സസ് നഷ്ടപ്പെടാതിരിക്കുന്നതിനായി 2025 ഏപ്രിൽ 1-ന് മുൻപ് ആ നമ്പറുകൾ നിങ്ങളുടെ ബാങ്കുമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്.